ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധി. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നേടിയെടുത്ത വലിയ ശ്രദ്ധയുടെ തുടർച്ചയാണ് രേണുവിന്റെ ബിഗ് ബോസിലെ സാന്നിധ്യം. ഭൂരിഭാഗം സഹമത്സരാർത്ഥികൾക്കും അറിയാവുന്ന ഒരാൾ ഈ സീസണിലുണ്ടെങ്കിൽ അത് രേണു സുധിയാണ്. അത്രയും വലിയ സോഷ്യൽ മീഡിയ റീച്ചാണ് രേണു സമീപകാലത്ത് നേടിയെടുത്തത്. മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായ ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികൾ കയ്യങ്കാളിക്ക് അടുത്തെത്തുന്ന കാഴ്ചയ്ക്ക് ഹൗസ് ഇന്ന് സാക്ഷ്യം വഹിച്ചു. അരങ്ങേറിയ പല തർക്കങ്ങളിൽ ഒന്നിൽ കേന്ദ്രസ്ഥാനത്ത് രേണു സുധി ഉണ്ടായിരുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ രേണു സുധിക്ക് അല്പസമയം വിശ്രമിക്കാൻ ക്യാപ്റ്റനായ അനീഷ് അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്ത് പലരും എത്തി. അഭിലാഷ്, ഷാനവാസ്, അപ്പാനിഷർ തുടങ്ങിയവരായിരുന്നു ഇതിന്റെ മുൻപന്തിയിൽ. അല്പം മുൻപ് ഷാനവാസ് കടുത്ത തലവേദനയാണെന്ന് പറഞ്ഞിട്ട് അനങ്ങാത്ത ക്യാപ്റ്റൻ രേണുസുധി പറഞ്ഞപ്പോഴേക്കും വിശ്രമം അനുവദിച്ചു എന്നതായിരുന്നു ഇവരുടെ പരാതി. ഇത് പ്രശ്നമായി ഉന്നയിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തലവേദനയുടേതായ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാൻ നടന്ന രേണുസുധിയോട് അഭിലാഷും അപ്പാനി ശരത്തും അടക്കമുള്ളവർ രേണുവിന്റെ അഭിനയമാണെന്ന് വാദിച്ചു. ക്ഷീണത്തിന് വിശ്രമിക്കാൻ കണ്ടെത്തിയ ഉപായമാണ് തലവേദന എന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഇതിനോടെല്ലാം ശക്തിയുക്തം എതിർത്ത് നിൽക്കുന്ന രേണുസുധിയാണ് സഹമത്സരാർത്ഥികൾ കണ്ടത്. ഒടുവിൽ ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തനിക്ക് മരുന്ന് വേണമെന്നും രേണു അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് ബെഡ്റൂമിൽ ഒരു പഞ്ച് ഡയലോഗ് തമാശ മട്ടിൽ പറയുന്ന രേണുസുധിയെയും കണ്ടു. 100 പേർ നിന്ന് കളിയാക്കി ചിരിച്ചാലും താഴത്തില്ലടാ, രേണുസുധി ഫ്ലവർ അല്ലടാ, ഫയർ ആടാ എന്നായിരുന്നു പുഷ്പയിലെ ഡയലോഗ് കടം കൊണ്ടുള്ള രേണുവിന്റെ പറച്ചിൽ. അതേസമയം സീസണിലെ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലും രേണുസുധി ഇടം പിടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ എന്റർടൈൻമെന്റ് OTT ന്യൂസുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.